സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ സഹകരണത്തോടെ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഓഡിറ്റിംഗ് വിങ്ങോ ആയിട്ടുള്ള ആൾക്കാർ 10, 15, 20 ദിവസം കൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻ്ററി വർക്കുകളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഈ ഉണങ്ങിയ കൊപ്ര ഇതിനകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി ഇതിനകത്തേക്ക് ബാരലായിട്ട് നിറയുന്നതായിരിക്കും. കൊപ്രയെ ഇങ്ങനെ കൊട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇതിനകത്തു നിന്ന് എണ്ണ തരതരാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 20 കിലോ വെച്ച് 10 മണിക്കൂർ കൊണ്ട് 200 കിലോ വരെ കൊപ്ര അരച്ചെടുക്കാനാണ് ഇതിന്റെ കപ്പാസിറ്റി. ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ ഇങ്ങനെ കടല ഇടേണ്ട താമസം, ഇട്ട് കഴിഞ്ഞ് ഹള്ളറിലോട്ട് ഇറങ്ങേണ്ട താമസം, ഇവിടെ നിന്ന് ഇതിന്റെ ഇതായിട്ടുള്ള പിണ്ണാക്ക് വെളിയിൽ വരികയും ഇവിടെ എണ്ണ വീണ് തുടങ്ങുകയും ചെയ്യും. ഈ ഒരു ചെറിയ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സീഡിയും നമുക്ക് എടുക്കാം. ഇനി നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കൈ കൊണ്ട് എടുക്കുന്ന ശുദ്ധമായ എണ്ണ ഇതിൽ തേങ്ങ ചിരകുകയും ഇതിൽ ലെമൺ ജ്യൂസ് പിഴുകയും ഇതിൽ ഓറഞ്ച് പോലെയുള്ള ജ്യൂസുകൾ എടുക്കുകയും എല്ലാം ഇതേ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മുതൽ മുടക്കില്ലാതെ ഒരു ബിസിനസ് ആരംഭിക്കാം എന്ന് അറിഞ്ഞിട്ടാണ്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ആരുദ്രയിൽ വന്നു കഴിഞ്ഞാൽ മുതൽ മുടക്കില്ലാതെ നമുക്ക് ബിസിനസ് ആരംഭിക്കാം, വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്നറിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ കമ്പനി അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് മുകുന്ദൻ നായർ എന്നാണ്. ഞാൻ ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. ഓക്കെ. ഈ പറഞ്ഞ കൺസെപ്റ്റ് ഇതൊരു പ്രോഡക്റ്റ് സെല്ലിനേക്കാൾ ഈ കൺസെപ്റ്റ് സെല്ലിംഗ് ആണ്. അതായത് 2500 രൂപ മുതൽ മുടക്കിൽ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മോഡ്യൂളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ. അതിനു മുന്നേ നമ്മളെ കമ്പനിയുടെ ഡീറ്റെയിൽ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഓക്കെ. ഈ കമ്പനി ഏകദേശം 10 വർഷമായിട്ട് കോയമ്പത്തൂരിൽ ഗണപതി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. ഗാന്ധിപുരത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഒരു കോൾ ടാക്സി വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റും. ഓക്കെ. ഇവിടെ മെയിനായിട്ട് ഞങ്ങളുടെ ഇത് ചെയ്യുന്നത് കൊപ്ര കട്ടർ തൊട്ട് കൊപ്രയുടെ ഉണക്കുന്ന ഇതുവരെയുള്ള എല്ലാ റേഞ്ചസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ മുതൽ മുടക്കില്ലാതെ ബിസിനസ്, അതാണ് നമ്മൾ കൺസെപ്റ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് മുതൽ മുടക്കില്ലാതെ എന്ന് പറയും? അതായത് ആ കൺസെപ്റ്റിൻ്റെ തുടക്കം തന്നെ അതാണ്. നമ്മൾ ഒരു വലിയ മുതൽ മുടത്തോ അല്ലെങ്കിൽ ഭാരമുള്ളതോ എമൗണ്ടോ ചിലവാക്കാതെ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ സഹകരണത്തോടെ നമുക്കിത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ സഹകരണത്തോടെ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഞങ്ങളുടെ ഓഡിറ്റിംഗ് വിങ്ങോ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി ഇത് ചെയ്തു തരികയും അത് ഏകദേശം നമുക്ക് ഒരു 10, 15, 20 ദിവസം കൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻ്ററി വർക്കുകളെല്ലാം തന്നെ ഞങ്ങൾ ഒരു ചെറിയ ഫീസ് ഈടായിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 3 തരത്തിലുള്ള പേപ്പറുകൾ മാത്രമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത്. അതായത് ഒന്ന്, ഈ അപ്ലൈ ചെയ്യുന്ന ആളുടെ ആധാർ കാർഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, പ്ലസ് അദ്ദേഹത്തിൻ്റെ ഏത് ബാങ്കിലേക്കാണോ ഉദ്ദേശിക്കുന്ന ലോൺ എടുക്കാൻ ആ ലോണിൻ്റെ പാസ്ബുക്കിൻ്റെ പേജ്. ഇതിന് ഗവൺമെൻറ് പറയുന്ന 2 നിർദ്ദേശങ്ങളേ ഉള്ളൂ. ഒന്ന്, 60 വയസ്സിൽ താഴെ ആയിരിക്കണം വയസ്സെന്നും അപ്ലിക്കൻറ്റിന് മിനിമം ക്രെഡിറ്റ് സ്കോർ 700-ൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 നിബന്ധനകളെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇതനുസരിച്ച് നമുക്കിത് സുഖസുന്ദരമായിട്ട് ഏതൊരാൾക്കും, ഇവിടെ ആണ് പെണ്ണ് കുടുംബശ്രീ അങ്ങനെ ഒന്നും തന്നെ ഇതില്ല, ഇതുള്ള ഏതൊരാൾക്കും ഇത് തുടങ്ങി വെക്കാം. ഇതാണ് ഇതിൻ്റെ. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ PMMFE എന്നുള്ള ലോണ്. ഇത് ഒരു മുദ്രാ ലോൺ പോലെ തന്നെ ഒരു റെസ്ട്രിക്ഷനുള്ള ലോണാണ്. ഇതിൽ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷൻ്റെ ഏകദേശം 35% സബ്സിഡി കഴിച്ചുള്ള ബാക്കി തുക താങ്കൾക്ക് 24 മാസത്തെ കെടുവുകളായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ഒരു സൗകര്യം ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ 2 മെഷീനുകളാണ് ഇതിൽ ബേസിക് ആയിട്ട് വരിക. ഒന്ന് ഈ കൊപ്ര കട്ടറും, ഇത് ഞങ്ങളുടെ ഓയിൽ സ്ക്യൂസറുമാണ്. ഓയിൽ മെഷീൻ എന്ന് തന്നെ പറയാം. ഈ 2 എക്സ്പെല്ലർ അല്ല, സോറി, എക്സ്പെല്ലർ റൊട്ടേറ്റർ എന്നുള്ളതൊക്കെ പല ഡിവിഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സിസ്റ്റം തന്നെ വേറെയാണ്. ഈ മിനിയേച്ചർ ഫോം ഒരു വലിയ ലെയ്ത്തിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ഇതിനകത്ത് 100 ലിറ്റർ വരെ അടിച്ചെടുക്കാവുന്ന ഒരു മെഷീനാണിത്. കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും ഒരു ദിവസം
100 ലിറ്റർ വരെ അടിച്ചെടുക്കാം. ഒരു ദിവസം 100 ലിറ്റർ വരെ താങ്കൾക്ക് അടിച്ചെടുക്കാം. 10 മണിക്കൂർ പണിതാൽ മതി. ഇടവിട്ട് ചെയ്താൽ മതി. ഒന്നിച്ചടിക്കണം എന്ന് പോലും ഇല്ല. ഓക്കെ, ഈ രണ്ടിനും കൂടെയുള്ള റേറ്റ് എന്ന് പറയുന്നത് മാത്രം പറയുന്നത് 1,20,000 രൂപയാണ്, ഇൻക്ലൂഡിങ് GST താങ്കൾ തരുന്ന കൊട്ടേഷൻ. ഇത് ബാങ്കിലോട്ട് പോകുമ്പോൾ അവിടെ 35% ഇത് ഡിഡക്ഷൻ തരുമെന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കം അബൌട്ട് 40,000 റുപ്പീസ്. ഈ 40,000 രൂപ സബ്സിഡി കഴിച്ചുള്ള ബാക്കി 80,000 രൂപയെ താങ്കൾ 24 മാസത്തെ ഗഡുക്കളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു മാസം 2,500-നും 3,500-ൻ്റെ ഇടയിൽ വരുന്നത് കൊണ്ടാണ് ഒരു കുട്ടിക്ക് 2,500-ൻ്റെ മുതൽ മുടക്കിൽ താങ്കൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും ഇതിന് ശേഷമുള്ള മാർക്കറ്റിംഗ് ടെക്നോളജി താങ്കളുടെ മനസ്സിലുള്ള ഐഡിയ പോലെ എണ്ണയെടുത്ത് ബാരലിൽ വെച്ച് വിൽക്കുകയോ 1 ലിറ്റർ ബോട്ടിലുകളിൽ സംഭരിച്ചുകൊണ്ട് ഈ കസ്റ്റമർക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിൽ താങ്കൾക്കാവും. ഇത്രയാണ് ഞങ്ങളുടെ ഈ ഡിവിഷനിലെ കാര്യങ്ങൾ. ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഞങ്ങൾ വേണമെങ്കിൽ എടുക്കാം. കാരണം ഈ 1.20-ൻ്റെ ഇതിനും എല്ലാം തന്നെ ഈ 35% സബ്സിഡി കിട്ടും എന്നുള്ളതും കൂടി മനസ്സിലിരിക്കണം. സപ്പോസ് ഞങ്ങളുടെ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ ഒരു 100 തേങ്ങയും കൊണ്ട് വരുന്നുവെങ്കിൽ ആ പച്ച തേങ്ങയെ ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ഡ്രയറിൽ വെച്ചുകൊണ്ട് 48 മണിക്കൂറിനകം ഇത് കൊപ്രയാക്കി മാറ്റാൻ പറ്റും. 48 മണിക്കൂർ. ഇതിന് നിശ്ചിതമായ ഒരു എമൗണ്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. ഒരു 5 ഫ്ലോറും വരുന്നുണ്ട്, 10ഉം വരുന്നുണ്ട്. ഈ 5 സ്റ്റെപ്പും 10 സ്റ്റെപ്പിനും 60,000 മുതൽ 1 ലക്ഷം വരെയുള്ള എമൗണ്ട്, 1,20,000 വരെയാണ് എമൗണ്ട്. ഇത് വേണമെങ്കിൽ ഞങ്ങളുടെ ബഡ്ജറ്റിൽ കൂട്ടി നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഇത് മേടിക്കാം, അതായത് സബ്സിഡി മേടിക്കാം. നമുക്കിപ്പോ ഡ്രയർ മാത്രം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. അല്ല, പറ്റില്ല. അത് ഒരു കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട സാധനങ്ങളാണ്. അങ്ങനെ ഡ്രൈ ചെയ്ത ശേഷം പിന്നീട് രണ്ടാമതാണ് ഇതാണ് ഞങ്ങളുടെ ഓയിൽ, ഇത് ഞങ്ങളുടെ കൊപ്ര കട്ടർ. ഡ്രൈ ചെയ്ത കൊപ്രയെ നമ്മൾ പിന്നത്തെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഈ കട്ടറിലോട്ടാണ് വരുന്നത്. ഈ കട്ടർ തന്നെ ഒരു 10-10 റൂമിൽ തന്നെ ഇതെല്ലാം സംവിധാനം ചെയ്യാനും ചുരുങ്ങിയ സ്പേസിനുള്ളിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഫോം ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിനുള്ള ഒരു പ്രത്യേകത. ഈ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഫേസ് ആയിട്ടുള്ള കറണ്ടിൽ കൂടെ തന്നെ ഏതൊരു പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഒരു പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ആർക്കും വളരെ നിഷ്പ്രയാസം ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേഷൻ ഇവിടുത്തെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ കൊപ്ര ഇതിനകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ കൈ അടച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി ഇതിനകത്തേക്ക് ബാരലായിട്ട് നിറയുന്നതായിരുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രോസസ്, ഒന്നാമത്തെ ഘട്ടം. ഓക്കെ, ഉണങ്ങിയ കൊപ്ര എടുത്ത് കട്ടറിലോട്ട് നിക്ഷേപിക്കുകയും ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പ്രോസസ്. ഓക്കെ, വേറെ സംശയം എല്ലാവർക്കും ഉണ്ടാവും. ചോദിക്കും. അതായത് ഇതൊരു കുഞ്ഞൻ മെഷീനാണ്, വളരെ കുഞ്ഞൻ മെഷീനാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര കിലോ കൊപ്ര കട്ട് ചെയ്യാൻ പറ്റും? 10 കിലോ വരെ നമുക്ക് കട്ട് ചെയ്യാം ഒരു മണിക്കൂറിൽ. ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ അവിടെ നമ്മുടെ ഓയിൽ മെഷീനിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇത് വർക്ക് നടക്കുകയാണ്. ഒരു സ്വിച്ചിൽ കൂടെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് അപ്പ അരച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് കുഞ്ഞു പീസുകളാക്കി. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഈ കുഞ്ഞൻ മെഷീൻ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒന്നും വരില്ല. ഇതിന്റെ മോട്ടർ 1 HP മോട്ടറാണ്. നമുക്ക് സുഖസുന്ദരമായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ കുഞ്ഞു പീസുകളാക്കി മാറ്റുകയും നമുക്ക് നിഷ്പ്രയാസം ഇതിലോട്ട് നിക്ഷേപിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ വ്യത്യാസം. ഒരു സ്റ്റൂളിട്ട് ഇവിടെ ഇരുന്ന് ഈവൻ വയസ്സായ ഒരാൾക്ക് വരെ ഇത് ചെയ്യാവുന്നതാണ്. ഈ മെഷീൻ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഇതിൽ ചൂട് ക്രമീകരിക്കുവാനുള്ള എല്ലാ ഇതും ചെയ്തു വെച്ചിട്ടുണ്ട്. മെക്കാനിക്കലായിട്ട് തന്നെ താങ്കൾക്ക് ഇതിൽ 170 ഡിഗ്രിയാണ് കൊപ്രയ്ക്ക് അരിക്കാൻ. ഇതേ സമയം താങ്കൾക്ക് ഇതൊരു മൾട്ടിഗ്രെയിനറാണ്. താങ്കൾക്ക് എള്ള്, കടല, ബദാം, കരിഞ്ചീരകം അങ്ങനെ എല്ലാം അരച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിന് മെഷർമെൻറ്റ്സ് ഓരോന്നിനും ചൂട് ഓരോ വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തേങ്ങ എണ്ണയായ കാരണം, വെളിച്ചെണ്ണയായ കാരണം ഇതിന് 170 ഡിഗ്രി ചൂട് വേണം. ഇവിടെ നമുക്കറിയാം ഇപ്പം 173. ചുരുക്കാനും കൂട്ടാനുള്ള പ്രതിവിധി ഇവിടെ തന്നെ ഉണ്ട്. ഈ പഞ്ച് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ചുരുക്കാനും കൂട്ടാനും പറ്റും. താഴത്തോട്ടും മുകളിലോട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങി വരും. എത്ര ചുരുക്കണോ ചുരുക്കാം. എന്നിട്ട് 170 ഡിഗ്രിയിൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനർത്ഥം ഈ മെഷീൻ കൊപ്രയെ സ്വീകരിക്കാൻ റെഡിയായി എന്നുള്ളതാണ്. പരിപൂർണമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ
ഈ 2 പ്ലഗുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ പാർട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രം ഇത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും തുണ്ടുകളോ മുറികളോ അതിനകത്ത് പിണ്ണാക്കിൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് റിവേഴ്സും ഫോർവേഡും കുറച്ച് നേരം ഓണും ഓഫ് ആക്കി കഴിഞ്ഞാൽ അങ്ങേ വശത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ താഴെ വീഴുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാത്ത കാരണം ഒന്നും വീഴുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് ശുദ്ധമാണെന്ന് അറിയുന്നു. പലർക്കും ഈ കുഞ്ഞു മിഷ്യൻ കാണുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചൊരു സംശയം ഉണ്ടാകാം. പക്ഷേ ആ സംശയിക്കേണ്ട നിങ്ങളാരും. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 20 കിലോ വെച്ച് 10 മണിക്കൂർ കൊണ്ട് 200 കിലോ വരെ കോപ്പർ അരച്ചെടുക്കാനാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, ഇപ്പം നമുക്കിതിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത ശേഷം ഈ കൊപ്രയെ ഇങ്ങനെ കൊട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇതിനകത്തു നിന്ന് എണ്ണ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, താഴെ എണ്ണ വന്നുകൊണ്ടിരിക്കുന്നത്. ഇട്ട് അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് എണ്ണ വന്നുകൊണ്ട് എണ്ണ ഇട്ടു, അപ്പം തന്നെ ഇത് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. തറതറാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇട്ട അതേ സെക്കൻഡിൽ നമുക്ക് എണ്ണ കിട്ടി തുടങ്ങി. ഈ സൈഡിൽ കൂടി പിണ്ണാക്ക് വരും അല്ലേ? ഇതിനകത്ത് മറ്റുള്ള ഒരു വിധത്തിലുള്ള ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും ചേർത്താതെ പരിപൂർണമായിട്ടും പരിശുദ്ധമായി ആർക്ക് വേണമെങ്കിൽ മണത്ത് നോക്കിയാൽ അറിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസും ഞങ്ങളുടെ കമ്പനിയായിട്ടുള്ള ആതുര എൻ്റർപ്രൈസസ് 100% നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഏതൊരു കസ്റ്റമറും ഈ മെഷീനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിൻ്റെ പ്രാഥമികമായ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ സർവീസ് പ്രോബ്ലമോ വന്നാൽ നിങ്ങളുടെ അവിടെ നിന്ന് ഒരു ഫോൺ കോൾ അടിച്ചാൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വരികയും ഇതിന് 5 വർഷ കാലാവധി വരെ, മോട്ടറിന് 2 വർഷം ഗ്യാരണ്ടിയും മൊത്തം മെഷീന് 5 വർഷം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഏറെ പറയാനുള്ളത്, ഈ ഓയില് പരിശുദ്ധമായും ഒരു വിധത്തിലുള്ള കെമിക്കൽസോ ഇതോ ഇതില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഈ മായമില്ലാത്ത വെളിച്ചെണ്ണ ഈ കുഞ്ഞു മെഷീനിൽ ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാമെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു വെളിച്ചെണ്ണയും കാളും പരിശുദ്ധമായ എണ്ണയ്ക്ക് ഡിമാൻഡ് ഉണ്ട്, കസ്റ്റമറുണ്ട്. ആർക്ക് കാണിച്ചാലും അവരെ നമ്മളെ സംശയാസ്പദമായിട്ട് നോക്കില്ല. നമുക്ക് പരിപൂർണമായിട്ടും നമ്മളെ കൂടെ സഹകരിക്കാൻ പബ്ലിക്. അതായത് ഇപ്പോൾ മായമില്ലാത്തൊരു വെളിച്ചെണ്ണ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ മാർക്കറ്റിങ്ങിന് വലിയ വിഷയം ഉണ്ടാവില്ല. അതെ, ശുദ്ധമായ വെളിച്ചെണ്ണ താങ്കൾക്കിത് മെക്കാനിക്കലായിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. ഈ ഫിൽട്ടർ ഞങ്ങൾക്ക് 1 മണിക്കൂറിൽ 12 ലിറ്റർ വരെ ഒറ്റ സമയത്തിൽ ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി മാറ്റിവിടാൻ ഈ മിഷൻ സഹായിക്കും. ഇതിൻ്റെ വില 45,000 രൂപയാണ്. സോ ഈ കാണിച്ച പ്രോജക്റ്റുകൾക്ക് എല്ലാം കൂടിയുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ചുരുങ്ങിയ സ്പേസിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഫോം ചെയ്യുകയും മാസം 2,500 രൂപ മുതൽ മുടക്കിൽ ഒരു മാസം 50,000 രൂപ വരെ നിഷ്പ്രയാസം സമ്പാദിക്കാനും ഒരു കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനും പറ്റുന്ന ഒരു ഉഗ്രൻ ബിസിനസ്സായിട്ട് ഇത് മാറാൻ പറ്റും. അതാണ് ഈ കമ്പനി. അതാണ് നമ്മൾ 2,500 രൂപ മാസം. ഇതൊരു കൺസെപ്റ്റ് ആണ്. അതെ, അതായത് ഇപ്പോൾ വേറൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യേണ്ട. ഓഫ് കോഴ്സ്. കാരണം ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ പോയി ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും സ്വന്തം കാലിൽ നിൽക്കാനും, എസ്പെഷ്യലി പഠിച്ച പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും സ്വന്തം കാലിൽ നിന്ന് ചെയ്യാവുന്ന, വളരെ ചുരുങ്ങിയ ചെലവ് ചെയ്യാവുന്ന ഒരു ബിസിനസ്. ഇത്രയും നേരം നമ്മളൊരു ബിസിനസ് സംരംഭത്തിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കുടുംബത്തിൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ ഏറ്റവും പ്രശ്നമുള്ള ഇതെന്ന് പറയുന്നത് എണ്ണ തന്നെയാണ്. കാരണം നിങ്ങൾ ഈ 2024 ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ടറിയാം, ഡയബറ്റിക് എന്നുള്ളതിനേക്കാളും കാർഡിയാക് ഹോസ്പിറ്റൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാർഡിയാക്കിനുള്ള മെയിൻ പ്രോബ്ലം വരുന്നത് തന്നെ ബേസിക് എണ്ണയിൻ്റെ ശുദ്ധിയിലാണ്. ആ എണ്ണ ശുദ്ധമായി കിട്ടാത്ത കാരണം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു മിഷനാണ് ഈ കാണുന്നത്. വെറും 15,000 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഈ മിഷൻ ഒരു മിക്സി വാങ്ങുന്ന പോലെ വാങ്ങി നമ്മുടെ വീട്ടിലുള്ള അമ്മ, ഭാര്യ, പെങ്ങളൊക്കെ ആർക്ക് സഹോദരിക്കും സഹോദരന്മാർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ തേങ്ങ കണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് നിലക്കടലിൽ നിന്ന് എടുക്കുന്ന കടലെണ്ണയുടെ ഓപ്പറേഷനാണ്. ഇങ്ങനെ 90 ഡിഗ്രിയിൽ ചൂടായിട്ടുള്ള ഈ മെഷീന് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഉടനെ തന്നെ അരഞ്ഞ് ഇപ്പം ഇതിൻ്റെ എണ്ണ താഴെ വീഴുകയും, നോക്കിക്കോളൂ, വരാൻ തുടങ്ങി, എണ്ണ വീണ് തുടങ്ങിയിരിക്കുന്നു, കാണാൻ പറ്റും.
അതെ, ഇട്ട സെക്കൻഡിൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് എണ്ണ ഓപ്പറേഷൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ ഇങ്ങനെ കടല ഇടേണ്ട താമസം, ഇട്ട് കഴിഞ്ഞ് ഹള്ളറിലോട്ട് ഇറങ്ങേണ്ട താമസം, ഇവിടെ നിന്ന് ഇതിന്റെ ഇതായിട്ടുള്ള പിണ്ണാക്ക് വെളിയിൽ വരികയും ഇവിടെ എണ്ണ വീണ് തുടങ്ങുകയും ചെയ്യും. ഓക്കെ. മറ്റ് പല മാർക്കറ്റിൽ കിട്ടുന്ന മെഷീനുകളിലും കൊപ്രയ്ക്ക് തനിയായിട്ടോ തേങ്ങാ എണ്ണ എടുക്കാൻ മാത്രമായിട്ടോ ഒരു റാഡില്ല. നേരെ മറിച്ച് ഇവിടെ നമുക്ക് മറ്റ് സ്റ്റാൻഡേർഡ് റാഡിലും തേങ്ങാ എണ്ണ എടുക്കാമെങ്കിലും അതിനേക്കാളും തേങ്ങാ എണ്ണ മാത്രം എടുക്കാനുള്ള ഒരു സ്പെഷ്യൽ റാഡ് കൂടെ മാനേജ്മെൻറ്റ് ഇതിൻ്റെ കൂടെ ആരുദ്ര എൻ്റർപ്രൈസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവർക്ക്. അതെങ്ങനെയാണെന്നൊന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഇപ്പം നമ്മൾ ആ സ്റ്റാൻഡേർഡ് റാഡിനെ മാറ്റിയിട്ട് ഈ റാഡ് ഇവിടെയുള്ള ഇതിലേക്ക് ഇങ്ങനെ ഇത് മാറ്റിയതിന് ശേഷം താങ്കൾക്ക് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു കീ വെച്ചിട്ടുണ്ട്. ഈ കീ ഇവിടെ നിന്നുള്ള ഹോളിൽ കൂടെ ഇട്ട് ഇത് ലോക്ക് ചെയ്യുകയും നമ്മൾക്ക് വീണ്ടും ഇത് ക്ലോസ് ചെയ്യുകയും ഈ ഹള്ളറിനെ എടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൊപ്ര ഒന്ന് ആട്ടി കാണാം. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഇട്ടിരിക്കുന്ന കൊപ്ര റാഡിലോട്ട് ഇതേപോലെ തന്നെ വളരെ സ്പീഡിൽ നമ്മൾ ഈ ഇട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ള കൊപ്ര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊപ്ര ഇടുന്നതോടുകൂടി തന്നെ എണ്ണ താഴെ വീഴുന്നത് വളരെ ക്ലിയറായിട്ട് താങ്കൾക്ക് കാണാം. അതേസമയം തന്നെ ഈ പിണ്ണാക്ക് വെളിയിൽ വരികയും ഈ പിണ്ണാക്ക് ഒരു ശകലം പോലും എണ്ണയുടെ മെഴുക്കില്ലാതെയാണ് നമുക്ക് കിട്ടുന്നത്. അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന ലേഡീസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ 3 അറ്റാച്ച്മെൻറ്റ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഹീറ്റർ ഓഫ് ചെയ്യുകയും ഓൺലി റണ്ണർ മാത്രം വെച്ചുകൊണ്ട് ഈ തേങ്ങ ചിരകുന്ന അറ്റാച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ ചിരകുകയും ഇതിൽ ലെമൺ ജ്യൂസ് പിഴുകയും ഇതിൽ ഓറഞ്ച് പോലെയുള്ള ജ്യൂസുകൾ എടുക്കുകയും എല്ലാം ഇതേ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓയിൽ മെഷീനിൽ തന്നെ നമുക്ക് എല്ലാം ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രോസ്പെക്ട് കൊടുത്തിരിക്കുക. അതെ, 3 ഫംഗ്ഷൻ ബെനിഫിറ്റ്സ് ചെയ്യാൻ പറ്റും. അതെ, ഇതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഈ ഒരു ചെറിയ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സീഡിയും നമുക്ക് എടുക്കാം. ഇനി നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കൈ കൊണ്ട് എടുക്കുന്ന ശുദ്ധമായ എണ്ണ ഒരു 1-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ഫടികം പോലെ തെളിയുകയും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ചെയ്യും. ഇനിയിപ്പോ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാറന്റി എങ്ങനെയാണ് വരുന്നത്? ഈ കുഞ്ഞു മെഷീനെ തീർച്ചയായിട്ടും 1 ഇയർ ഗ്യാരണ്ടിയും 5 വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോട്ടറിന് എന്ത് പറ്റിയാലും ഇത് റിട്ടേൺ ചെയ്ത് വേറെ പുതിയ മോട്ടോർ കൊടുക്കുകയും അല്ല വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ വില മാത്രം ഈടാക്കിക്കൊണ്ട് അത് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യും.